ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്ത് നമ്മൾ ഈ നിയോജകമണ്ഡലത്തിലെ വോട്ട് ചെയ്ത മനുഷ്യർ, ആ മനുഷ്യനിൽ അർപ്പിച്ച വിശ്വാസം അത് ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വാചകങ്ങളിലൂടെ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വികാരമുണ്ട്. ഒരു മുസ്ലിം ലീഗുകാരൻ എന്ന നിലക്ക് നമുക്കെല്ലാവർക്കും അതിൻ്റെ ഒരു ആനന്ദം പ്രധാനം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെയും കണ്ണൂരിൻ്റെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന നിലക്ക് ഷായി സാഹിബ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ മരിച്ചു വീഴുക എന്നത് നമുക്ക് സുപരിചിതമായ ഒരു കാര്യമാണ്. അതിലൊട്ടും വ്യതിരക്തതയില്ല, അതിലൊട്ടും വ്യത്യാസങ്ങളില്ല. എത്ര പേർ നമുക്കിടയിൽ മരിച്ചുപോയി, എത്ര പേരെ കൊന്നു തള്ളിയിട്ടുണ്ട്. ഞങ്ങളുടെ പുല്ലൂക്കരയിലെ മൻസൂർ അടക്കം ഒരുപാട് പേർ കൊന്നു തള്ളിയിട്ടുണ്ട്. ഒരുപാട് അംഗഛേദം വന്ന മനുഷ്യർ ഈ മണ്ണിൽ ജീവച്ഛവമായി ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രതിസന്ധികൾ ഏറെ മുഖത്തോട് മുഖം നോക്കി ജീവിക്കുന്ന സാഹചര്യം ഈ കണ്ണൂരിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് ഈ നാട്ടിൽ മുദ്രാവാക്യം വിളിക്കുന്ന ലീഗുകാരെ, നമ്മളാണ് അഭിമാന പോരാട്ടം നയിക്കുന്നവർ എന്നാണ് ഷാജി സായിയുടെ പറഞ്ഞു വെച്ച അവസാന വാചകങ്ങളിൽ നിന്നും എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ പിന്മുറയിലെ നേതൃത്വം കൊടുത്തവർ, ഇന്നലെ നേതാക്കന്മാർ ഒക്കെയും അവർ പൊരുതിയ കാലം നമ്മൾ ഈ ജനത, ഈ യൂത്തും ഈ MSFും അനുഭവിച്ചതിൻ്റെ ഒരുപാട് വലിയ പ്രതിസന്ധികൾ നേരിട്ടവരാണവർ. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടാവും. നമ്മൾ ഓർത്ത് നോക്കും. നമ്മൾ ഇന്നുള്ളതുപോലെ വെളിച്ചമില്ലാത്ത കാലം രാവുകളിലുള്ള കാലമായിരുന്നു. ഇന്നുള്ളതുപോലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമില്ലാത്ത കാലം കഴിഞ്ഞു പോയ കാലമായിരുന്നു. ഇത്രമേൽ ജനങ്ങൾക്കിടയിൽ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലത്തും എൻ്റെ പിന്നിരിക്കുന്നവർ, മുന്നിരിക്കുന്നവർ ഒരുപാട് പേർ ഈ പതാക പിടിച്ച് തെരുവിൽ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ അടിച്ചും തൊഴിച്ചും കൊന്നും തീർത്തു കളഞ്ഞതിൻ്റെ ചരിത്രം നമുക്ക് പറയാനുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞും ഞാൻ ഈ മണ്ണിൽ ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന മുദ്രാവാക്യം നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഈ പതാകയുടെ വലിപ്പം നമ്മൾ തിരിച്ചറിയുന്നത്. ലോകത്ത് പലവിധ അരക്ഷിതമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ അരക്ഷിതബോധം നമ്മുടെ കാഴ്ചയെ 2025 കടക്കുമ്പോഴും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ലോകത്തുണ്ട്. ഫലസ്തീൻ്റെ മണ്ണിൽ മനുഷ്യർ ഇങ്ങനെ ഈയാമ്പാറ്റകളെ പോലെ കൊന്നു തള്ളുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്നുമുണ്ട്. സിറിയയിലും ഉക്രൈനിലും സെർബിയയിലും മ്യാൻമറിലും ഒക്കെയും വിവിധങ്ങളായ രാജ്യങ്ങളിൽ മനുഷ്യർ വിലയില്ലാത്തവണ്ണം കൊന്നു തള്ളുന്ന കാലമാണ് 2024 നമുക്ക് സമ്മാനിച്ചത്. 2025 കടന്നു പോകുമ്പോഴും നമ്മൾ കണ്ടത് ആ മണ്ണിൽ ഇപ്പോഴും ഫലസ്തീനിൽ വിറങ്ങലിച്ച് മരിച്ചു പോകുന്ന പിഞ്ചു കുട്ടികളെയാണ്. അവർ തണുപ്പായി മരിച്ചു പോകുന്നത് മാത്രമല്ല, ബോംബെറിഞ്ഞു കൊന്നവർ. നമ്മൾ 2025 ദിവസങ്ങൾ ആഘോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടുകളിലൊക്കെ പൂക്കുറ്റി എന്ന് പറയുന്നത് പോലെ മനോഹരമായ തീകൾ ഇങ്ങനെ ഉയരുമ്പോൾ സമാനമായ ചിത്രം ഫലസ്തീൻ്റെ മണ്ണിലുമുണ്ട്, സിറിയയിലുമുണ്ട്, ഉക്രൈനിലുമുണ്ട്. അത് ബോംബായി വർഷിക്കുന്ന ചിത്രമാണ്. ഈ രണ്ട് സമാനമായ ചിത്രങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങൾ കാണിക്കുകയാണ്. ഇത് ലോകത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലും നമ്മൾ ഇന്ത്യയിൽ സമാനമായി ഇവിടുത്തെ ന്യൂനപക്ഷം അനുഭവിക്കേണ്ടി വരുന്ന രാഷ്ട്രീയപരമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെയുണ്ട്. ആ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നിരന്തരമായി അഡ്രസ് ചെയ്താണ് ഈ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ ലീഗ് മുന്നോട്ട് വെച്ചത്. നമ്മൾ ആഗ്രഹിച്ചത് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ചേരി അധികാരത്തിൽ വരണം എന്ന് തന്നെയായിരുന്നു. അതിനുവേണ്ടി മുദ്രാവാക്യം വിളിച്ചു, അതിനുവേണ്ടി കൂടെ നിന്നു, അതിനുവേണ്ടി പൊതുയോഗങ്ങൾ നടത്തി, അതിനുവേണ്ടി ജനങ്ങളോട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുന്ന ജനകീയ കക്ഷിയോട് ചേർത്ത് വെക്കാൻ, ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് പൊരുതുവാനും ബോധ്യപ്പെടുത്താനും പരിശ്രമിക്കാനും സംവദിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ പറഞ്ഞ ആശയങ്ങൾ ഇന്ത്യയെ തിരിച്ചു പിടിക്കുവാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായ ആശയങ്ങളായിരുന്നു. ഒരു ഘട്ടത്തിലും നമ്മൾ അതിൽ നിന്നും മാറി നടന്നില്ല. നമുക്കറിയാമായിരുന്നു നമ്മളൊരു ചെറിയ പാർട്ടിയാണ്. പക്ഷേ
ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കുവാനുള്ള പോരാട്ടത്തിന്റെ പിറകിൽ അണിനിരക്കുന്ന ചെറുതും വലുതുമായ പാർട്ടിയുടെ ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ സാധ്യമാവുമെന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ശരിയെന്ന് ഈ ലോകം അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് നടന്നെടുത്തു എന്നത് റിസൾട്ടായി നമ്മൾ കണ്ടു. അപ്പോഴും നമ്മൾ വിജയത്തിനടുത്ത് എത്തിയില്ല. വീണ്ടും പോരാട്ടത്തിന്റെ മുഖത്ത് തന്നെയാണെന്ന് ഇന്ത്യയുടെ പോരാട്ടത്തിന് ഇന്ത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായി നിന്ന രാഹുൽ ഗാന്ധി പറഞ്ഞു. ആ പോരാട്ടത്തിലും നമ്മൾ കൂടെ നിന്നു. എന്നാൽ നമ്മൾ നിരന്തരമായി ഇങ്ങനെ പോരടിക്കുമ്പോഴും പൊരുതുമ്പോഴും നമ്മൾ പൊരുതുന്നതിന്റെ പിറകിൽ ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എന്തെന്നറിയുമോ നിങ്ങൾക്ക്? ഈ രാജ്യം പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് ആഴ്ന്നു പോകുമ്പോഴും ഇന്ത്യയെ തിരിച്ചു പിടിക്കുവാനുള്ള പ്രത്യയശാസ്ത്രപരമായ പോരാട്ടത്തിന് നേതൃപരമായ പങ്ക് വഹിക്കുന്ന രാഹുൽ ഗാന്ധിയെയും കൂട്ടരെയും ഒരു ശത്രുവും അവരെ പേഴ്സണലായി അറ്റാക്ക് ചെയ്തിട്ടില്ല. രാഷ്ട്രീയപരമായി അവരെ നിരന്തരമായി ആക്രമിച്ചുവെങ്കിലും ഒരു പേഴ്സണൽ അറ്റാക്ക് ആരും നടത്താറില്ല. നിങ്ങൾ നോക്ക്, ഇന്ത്യയിലെ ഏറ്റവും പ്രതിരോധകരമായ പല വാർത്തകളും ഇടതുപക്ഷ മാധ്യമങ്ങൾ പടച്ചുവിടുന്നത് വയറെന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. ആ വയറെന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഉണ്ടായ ചർച്ചയിൽ പോലും ഈ രാജ്യത്ത് തിരിച്ചു വരാനുള്ള മുഖ്യമായ മുദ്രാവാക്യം ചേർത്ത് വെച്ച ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരെ താറടിച്ചു കാണിക്കാൻ ഒരു പരിധിയുമില്ലാതെ ഇടപെട്ടത് ഇടതുപക്ഷത്തിന്റെ പാനലുകളാണ്. ഞാൻ പറയുന്നത്, ഇന്ത്യയെ തിരിച്ചു പിടിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? നമുക്ക് ഇന്ത്യ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ്. അത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് പൊരുതാൻ തയ്യാറായ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം മാത്രമല്ല, നമ്മൾ ഗാന്ധിയുടെ ഇന്ത്യയെ മാത്രമല്ല അഡ്രസ് ചെയ്തത്, അംബേദ്കറുടെ ഇന്ത്യയും കൂടിയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ഗാന്ധി ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളെയും തിരിച്ചു പിടിക്കാൻ പരിശ്രമിക്കുന്ന മനുഷ്യരുടെ കൂടെ അടയാളമായി നിന്നപ്പോ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുണ്ട് ഓരോ ഗ്രാമത്തിലും. അംബേദ്കറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച മനുഷ്യർ, ആ മനുഷ്യരുടെ കൂടെയും ഞാനുണ്ടെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെയാണത്? നിങ്ങൾ ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ ഒന്ന് യാത്ര ചെയ്ത് നോക്ക്. ഒരുപാട് പേർ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു സത്യം, ഓരോ ഗ്രാമങ്ങളിലും ടൗണുകളിലും ഇതുപോലുള്ള കോളനികൾ ഉണ്ടാവും. ആ കോളനിയുടെ പുറത്ത് കൃത്യമായി അംബേദ്കറുടെ പിക്ചർ ഉണ്ടാവും. നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ബാംഗ്ലൂർ, ചെന്നൈ, ഇന്ത്യയിൽ എവിടെ പോയാലും അവിടെയൊക്കെയും ഇത്തരം കോളനികൾക്ക് മുമ്പിൽ അംബേദ്കറുടെ പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും. അവർ നേതാവായി അംബേദ്കറെ ചേർത്ത് വെക്കുകയാണ്. ഇതാർക്കറിയാം? സംഘപരിവാറിനറിയാം. ഓരോ ഗ്രാമങ്ങളിലും ടൗണുകളിലും സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യർ ഇന്നും അധിവസിക്കുന്ന ഓരോ കോളനിയിലും അവർ നേതാവായി വെച്ചിരിക്കുന്ന അംബേദ്കർ ഉയർത്തിവെച്ച ഒരു ഭരണഘടന ചേർത്ത് വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ അംബേദ്കറെ ഈ രാജ്യത്തിന്റെ പരമോന്നത സഭയിൽ അപമാനിച്ചു വിട്ട ഷാ തന്റെ നാവിന്റെ തുമ്പിൽ നിന്നും എറിഞ്ഞു വിട്ടത് മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടായി. ഇന്ത്യ മുഴുവൻ ഓരോ ഗ്രാമങ്ങളിലും പ്രതികരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതേറ്റുപിടിച്ച് രാഹുൽ ഗാന്ധി പോരാട്ടത്തിന് ഇറങ്ങി. അതിന്റെ കൂടെ ഞാനുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ, ആ സംവാദത്തിന്റെ കൂടെ നിൽക്കാൻ ഇവിടുത്തെ ഒരു ഇടതുപക്ഷക്കാരനെയും കണ്ടില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നറിയോ നിങ്ങൾക്ക്? അംബേദ്കർ ഇന്ത്യയിൽ വ്യത്യസ്തമായ മേഖലകളിൽ പിറകോട്ട് പോയ ഒരു സമൂഹത്തിന്റെ മുന്നണി പോരാളിയായി വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പരിശോധിക്കണം. ഗാന്ധി ഉയർത്തിപ്പിടിച്ച സംവാദം എന്ന് പറയുന്നത് അവകാശ പോരാട്ടങ്ങളാണ്. അധ്വാനിക്കുന്നവന്, കുലത്തൊഴിലുള്ളവന്, പ്രതിസന്ധി ഉള്ളവന്, പ്രയാസമുള്ളവന് അവന്റെ തൊഴിൽ അവനെ അഭിമാനപൂർവ്വം ചെയ്യാൻ കഴിയുക എന്നതാണ് ഗാന്ധി ഉയർത്തിവിട്ട സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്നാൽ അതേ ഘട്ടത്തിൽ മറ്റൊരു വിചാരധാരയായി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത് അംബേദ്കറിന്റെ നയമാണ്. എന്തെന്നറിയോ നിങ്ങൾക്ക്? തോട്ടിത്തൊഴിലാളിയായി ജീവിക്കുന്ന മനുഷ്യന് അവൻ അഭിമാന ബോധം എപ്പോഴാണ് ഉണ്ടാവുക? അവന്റെ കോലിയെടുക്കുന്നതിന്റെ പണം കിട്ടുമ്പോഴാണോ? അല്ല. ഒരു കുലത്തൊഴിൽ അവൻ അന്യമായി നിർത്തണം എന്ന് കൊതിക്കുമ്പോ അത് ഒഴിവാക്കാൻ സാധ്യമാവാത്ത വണ്ണം ഇന്ത്യയിൽ ജീവിക്കേണ്ടി വരുന്ന പാവങ്ങളുണ്ട്. ആ പാവങ്ങളെ ആരാണ് കാണുക? അവർ തോട്ടിത്തൊഴിലാളികളായിരിക്കും. അവർ വിസർജ്യങ്ങൾ മാത്രം തൊഴിലായി എടുത്ത് ജീവിക്കുന്നവരായിരിക്കും. തൻ്റെ മക്കളെയെങ്കിലും ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ നിന്നും മാറ്റണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യർ ഇന്ത്യയിലില്ലേ?
നമ്മുടെ പ്രദേശങ്ങളിൽ നോക്ക് നിങ്ങളെ. ഈ മണ്ണിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിച്ചിരുന്നവർ ഇപ്പോഴുണ്ടോ? എന്നാൽ ഇന്ത്യയിൽ സഹസ്രം ടൗണുകളിലും ഇപ്പോഴും ജീവിക്കുന്ന മനുഷ്യർ ഇതേ സാഹചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. അവരാരും അഡ്രസ് ചെയ്തിട്ടില്ല. അവരുടെ പ്രശ്നങ്ങളെ ആരും തുറന്നു പറഞ്ഞിട്ടില്ല. അവരുടെ പ്രതിസന്ധികൾക്ക് കൂടെ ഞാനുണ്ടെന്നാരും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി സഭയിൽ കൂടെ മുസ്ലിം ലീഗും ചേർത്ത് വെച്ച് പറഞ്ഞത്, ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ അവകാശ പോരാട്ടങ്ങൾക്കപ്പുറത്തേക്ക് അഭിമാന ബോധത്തിന് കൂടെ നിൽക്കാൻ പ്രഖ്യാപനം നടത്തിയ അംബേദ്കറിനെ ചേർത്ത് വെച്ച് ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കുവാനുള്ള യാത്ര തുടരുകയാണ് എന്നതാണ്. ആ യാത്ര ചെറിയൊരു യാത്രയല്ല. അതിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ നിരന്തരമായി സംവാദാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാട്ടുകള്ളനായ പിണറായി ഈ നാട്ടിൽ പുതിയൊരു വേഷം കെട്ടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. എന്താണ് ആ വേഷം? ആ വേഷം ചർച്ച ചെയ്യാതെ ഈ കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്താൻ നമുക്ക് സാധ്യമല്ല. അതെന്തെന്ന് പറഞ്ഞാൽ, പിണറായി വിജയൻ ഒരു നവോത്ഥാന നായകനായി ഉയർന്നു വരാനുള്ള പരിശ്രമം നടത്തുകയാണ്. എല്ലാത്തിനും കളവുള്ള പിണറായിക്ക് ഒരു നവോത്ഥാന പട്ടം അത് കളവായി നേടിയെടുക്കാനുള്ള പരിശ്രമം നടക്കുന്നു എന്നത് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതിന് ശബരിമല നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം പുതിയൊരു മേൽമുണ്ടുമായി ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് മേൽമുണ്ടിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? നമ്മളെല്ലാവർക്കും അറിയാലോ. നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ അവരുടെ വിശ്വാസാചാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവർ സ്വാഭാവികമായി നമ്മൾ മുമ്പക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെ വിശ്വാസപ്രകാരം ഐത്തമില്ലാതെ, അൺടച്ചബിലിറ്റി ഇല്ലാതെ എല്ലാ മനുഷ്യർക്കും അവരുടെ മതം അനുവദിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, അതിൻ്റെ വേഷങ്ങൾ കെട്ടാം, അതിൻ്റെ ഉപജാപങ്ങൾ ഏറ്റെടുക്കാം. അതാണല്ലോ ഇവിടെയുള്ള സാഹചര്യം. അതെല്ലാ മതങ്ങൾക്കും അങ്ങനെ തന്നെ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ ശബരിമലയിലേക്ക്, അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമായി ശബരിമലയിലേക്ക് ഈ സ്ത്രീകളെ കൊണ്ട് ഒളിവിലിറക്കി വിട്ടതുപോലെ ഈ നാട്ടിൽ അന്യായമായ ഒരു ചർച്ച കൊണ്ടുവരികയാണ്. ആ ചർച്ചയുടെ പിറകിൽ എന്താണ് രാഷ്ട്രീയമെന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളോട്, SNDP-ക്കാരോട്, NSS-കാരോടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങളിത് അനുഭവിച്ചതാണ്. നേതാക്കന്മാരുടെ ഇല്ലേ, ഞങ്ങളുടെ പണ്ഡിതരെ ജനങ്ങൾക്കിടയിൽ എല്ലാ അർത്ഥത്തിലും സാത്വികമായി നിന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥനാ നിർഭരമായി കണ്ടിരുന്ന മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരെ ഒരുപാട് മോഹങ്ങൾ കൊടുത്തും, ഒരുപാട് ആശകൾ കൊടുത്തും, ഒരുപാട് ഓഫറുകൾ നൽകിയും വ്യത്യസ്ത മേഖലയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു. രാഷ്ട്രീയം കടത്തിക്കൊണ്ടുവന്ന് തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവിടുത്തെ സ്വാത്വികരായ പണ്ഡിതന്മാരെ വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് പോലെ ഈ നാട്ടിലെ സാധാരണക്കാരായ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് മുറിവുണ്ടാക്കാൻ വേണ്ടിയുള്ള പുതിയ നീക്കമാണ്. ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾ എളുപ്പത്തിൽ അത് കടന്നുപോയിട്ടുണ്ട്. ഞങ്ങളിൽ എണ്ണിപ്പറയാൻ കഴിയുമാറ് വ്യത്യസ്തമായ ചേരികളിൽ നിന്ന ഓരോ സംഘത്തെയും ഒരുമിച്ച് കൊണ്ടുപോയിരുന്ന മുസ്ലിം ലീഗ് അത് നയിക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. ചിത്രതയുണ്ടാക്കി. ഓരോ സംഘടനയായി പിരിയണം എന്നവർ തീരുമാനിച്ചു. മെല്ലെ അനൈക്യമുണ്ടാക്കി. എല്ലാം നിയന്ത്രിച്ച ലീഗിനെ ചൂണ്ടി അതിൽ നിന്നും അപക്വമായ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ ഈ നാട്ടിൽ മതസംഘടനകളായി പിരിഞ്ഞിരുന്നവർക്കിടയിൽ ചിത്രതയുണ്ടാക്കിയപ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ ഓരോന്നോരോന്നായി നമ്മൾ അനുഭവിക്കുകയാണ്. പാണക്കാട് തങ്ങൾ ചേർത്ത് വെച്ച് സമുദായത്തോട് പറഞ്ഞു, ഭിന്നിച്ചു നിൽക്കാനല്ല, വിട്ടുവീഴ്ചകൾ കൊടുത്ത് ഒരുമിച്ച് നിൽക്കാൻ നമ്മളിതാ തയ്യാറെടുക്കുകയാണ് എന്ന് ലീഗ് പാർട്ടിയുടെ പ്രസിഡന്റ് അടക്കം ഏറ്റെടുക്കുകയും മറ്റ് പ്രമുഖമായ മതസംഘടനകൾ അത് ഏറ്റെടുപ്പിക്കുകയും ചെയ്തത് കൊണ്ട് ഈ സമുദായം രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ഹിന്ദു സമുദായത്തെ പരസ്പര ഐക്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ തികച്ചും രാഷ്ട്രീയപരമായി ഒരു കമന്റ് SNDP-യുടെ അധ്യക്ഷനും NSS-ന്റെ അധ്യക്ഷനും ഈ കേരളത്തിലെ മറ്റനേകം സാമുദായിക സംഘടനയുടെ നേതാക്കന്മാരടക്കം പറഞ്ഞപ്പോ ആ പ്രസ്താവനയിൽ നിന്നും കൃത്യമായി CPM അതിന്റെ രാഷ്ട്രീയപരമായ തീരുമാനമെടുക്കുകയാണ്. ഇവിടെ ഹൈന്ദവരെ പരസ്പരം ഭിന്നിപ്പിക്കണം എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഹൈന്ദവ വിശ്വാസികളായി ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യർക്കിടയിൽ ഒരു മതിൽ വീണ്ടും പണിയാൻ CPM തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടെ നമ്മൾ
ശിവഗിരിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പ്രസംഗങ്ങളിൽ, സമീപ ദിവസം കണ്ട പ്രസംഗങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ വിശ്വാസികളോട്, CPM എന്ന് പറയുന്നത് മതങ്ങൾക്കിടയിൽ വൈര്യങ്ങൾ ഉണ്ടാക്കാൻ ആസൂത്രിതമായി പ്ലാനുകൾ ഉണ്ടാക്കുന്ന സംഘമാണ്. ഞങ്ങൾക്കത് എവിടെ അറിയാമെന്നറിയോ? ഞങ്ങൾക്ക് തലശ്ശേരി അറിയാം. ഇവിടെ VN മുഹമ്മദ് അടക്കമുള്ള ആളുകളുണ്ട്. യൂത്ത് ലീഡർഷിപ്പ് ഇരിക്കുന്ന കാലത്താണ്. KM ഷാജി അന്ന് സംസ്ഥാന യൂത്ത് ലീഗിന്റെ അധ്യക്ഷനും ആണ്. ഈ തലശ്ശേരിയിൽ ഫസൽ കൊല്ലപ്പെട്ടപ്പോ ഫസലിനെ കൊണ്ടുപോയ തൂവാല കൊണ്ടുപോയിട്ടത് RSSകാരൻ്റെ ആലയിൽ. പരസ്പരം മതങ്ങൾക്കിടയിൽ ആവശ്യാനുസരണം ഭിന്നിപ്പുണ്ടാക്കാൻ CPMന് മടിയില്ല. എന്നാൽ CPM ഇപ്പൊ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇതിൽ വേണ്ടതിനി ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ അനൈക്യം ഉണ്ടാക്കുകയും അവർക്കിടയിലൂടെ ഒരു പാലം പണിത് കേരളത്തിലേക്ക് വീണ്ടും അധികാര കസേരയിലേക്ക് കയറി വരണം എന്നാണ് CPM ആഗ്രഹിക്കുന്നത്. നിങ്ങളതിൽ സനാതന ധർമ്മം എന്നതിനെ വ്യാഖ്യാനങ്ങൾ നൽകി ചൂണ്ടിക്കാണിക്കുന്നത് കാണുന്നില്ലേ? സനാതന ധർമ്മം എന്നത് നമ്മളെപ്പോലെ തന്നെ വിശ്വാസപരമായ ഹൈന്ദവന് ഫോളോ ചെയ്യാൻ പറ്റുന്ന കോഡാണ്. അതവർ ഫോളോ ചെയ്യില്ലേ? സനാതന ധർമ്മത്തെ ചേർത്ത് പിടിക്കുന്നവരുണ്ടാവും, അതിൽ വർണ്ണാശ്രമ ധർമ്മങ്ങളെ മാറ്റിവെക്കേണ്ടവരും ഉണ്ടാവും. നിങ്ങൾ നോക്ക്, ഇവരുടെ വിശ്വാസപ്രകാരം, ഹൈന്ദവ വിശ്വാസപ്രകാരം ജന്മമാണ് ഒരാളുടെ, ഏത് ജാതിയിലാണ് അവൻ വരുന്നത് എന്ന് തീരുമാനിക്കുന്നതല്ല, കർമ്മമാണ് എന്നാണ്. ബ്രാഹ്മണർ എന്നത് അറിവുള്ളവർ എന്നാണ് അവരുടെ വാദം. ക്ഷത്രിയർ എന്നതോ ധൈര്യമുള്ളവർ എന്നാണ്. ശൂദ്രർ സന്നദ്ധതയുള്ളവർ, എല്ലാത്തിനും തയ്യാറായവർ എന്നതാണ് ശുദ്ധരുടെ വാദം. ഇങ്ങനെ വ്യത്യസ്തമായ ശ്രേണിയിൽ നിൽക്കുന്ന മനുഷ്യർ പിറന്നു വീഴുമ്പോഴല്ല, ജീവിക്കുന്ന ഘട്ടത്തിൽ അവരിൽ കാണുന്ന മാറ്റങ്ങളെ നിർണയിച്ച് വിശ്വാസപരമായി അവർ വിളിക്കുന്നു എന്നതാണ്. സനാതന ധർമ്മം എന്നത് വിശ്വാസ ചേർത്ത് വെച്ച് പോവുകയും ചെയ്യുന്നു എന്നതാണ്. ഈ വൈരുദ്ധ്യങ്ങൾ കൃത്യമായി രാഷ്ട്രീയപരമായി എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ രാഷ്ട്രീയ കമന്റുകളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ വിശ്വാസികളോട്, ഞങ്ങൾ ഈ ഷറിൽ നിന്നും മോചിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഹൈന്ദവ വിശ്വാസികളുടെ പിറകെ നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. അതിൽ വിജയിച്ച മറ്റൊരു കൂട്ടരുണ്ട്, അത് കാസയാണ്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഈ വേദിയിൽ നിങ്ങളോട് പറയുകയാണ്, ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറായി മറ്റനേകം സംഘടനകളും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി, UDFന്റെ ഭാഗമായി വരാൻ പോകുന്ന വർഷമാണ് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ കൂടെ ഒരുമിച്ച് നിന്ന് പതാക പിടിച്ചവരൊക്കെയും ഈ കേരളത്തിന്റെ മധ്യ കേരളത്തിലും തെക്കേ കേരളത്തിലുമുള്ള ആളുകൾ നമ്മുടെ കൂടെ UDFന്റെ ഭാഗമായി വരാൻ പോകുന്ന അറിയാം. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ടത്, ഇതുപോലെ മലബാറിൽ ഒരുമിച്ച് നിന്ന സമുദായങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കി ഇറങ്ങിപ്പോയവർ, വർഗീയവാദം ഉയർത്തിയവർ, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞവർ, തീവ്രവാദം പറഞ്ഞവർ, അവർ ഇടം കൊടുത്തത് CPM ആണ്. ഇതുപോലെ UDFന്റെ ഭാഗമായി നിൽക്കാൻ തീരുമാനിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ വിഭാഗത്തെ UDFന്റെ ഭാഗമായി വരുമ്പോൾ കാസയെ മുന്നണിയുടെ ഭാഗമായി ചേർക്കുവാനുള്ള ചർച്ചകൾ നടക്കും. അനൗദ്യോഗികമായി തെക്കൻ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും കാസയെ അവരുടെ സ്ഥാനാർത്ഥികളായി വെക്കും, അവരെ പിന്തുണക്കും. ഇത് വരാൻ പോകുന്ന കേരളത്തിലെ രാഷ്ട്രീയ ചിത്രമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന്റെ ഭാഗങ്ങളിൽ കൃത്യമായി നമ്മൾ ഉണ്ടാവണമെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നമുക്ക് ഇന്ത്യയിൽ മുസ്ലിം ലീഗ് രൂപീകരമാക്കുമ്പോൾ ഇവിടുത്തെ MSFകാർക്കും യൂത്ത് ലീഗുകാർക്കും പഠിക്കാൻ ഒരുപാടുണ്ട്. നമ്മുടെ മുമ്പിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ തഫ്സീർ എഴുതിയ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഇന്ത്യയെ തിരിച്ചു പിടിക്കുവാനുള്ള, ഇന്ത്യയുടെ നിർമ്മാണത്തിന് വേണ്ടി ഇന്ത്യയുടെ ജീവസിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരമാണ്. അത് നേതൃപരമായ പങ്കുവഹിക്കുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹത്തിന്റെ പാർട്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് അംഗം ചേരൂ എന്ന് പറയുമ്പോൾ അവരൊന്ന് ശങ്കിച്ചു നിന്ന് നോക്കി. മറ്റൊന്ന് ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഭരണത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്ന ആശയം പറഞ്ഞ് ഇവിടുത്തെ ഗവൺമെന്റിനോട് യുദ്ധം പ്രഖ്യാപിച്ച് അവർക്ക് ഇവിടെ ഗവൺമെന്റിന്റെ ജോലി അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അത് ഹറാമാണെന്ന് പ്രഖ്യാപിച്ചവർ ഈ രാജ്യത്തുണ്ടായി. അവർ ഈ സമുദായത്തെ വിളിച്ചു, ഒന്നിച്ചു നിൽക്കൂ എന്ന് പറഞ്ഞു. അതും കണ്ടില്ല. മറ്റൊന്ന് ഈ പതാകയാണ്, മുസ്ലിം ലീഗിന്റെ പതാക ഇന്ത്യയിൽ ഉയർത്തിപ്പിടിച്ച് കായികമിലെത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ രാജ്യത്ത് തിരിച്ചു പിടിക്കുവാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നു. ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന്റെ കൂടെ നിൽക്കുക, പോരാട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക. എന്നിട്ട് ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായുള്ള മുന്നോട്ട് പോക്കിന് ഈ പതാക കൂടി ഒരുമിച്ച് ചേർത്ത് കെട്ടുക. ഇത് പറഞ്ഞപ്പോ
ഒറ്റയടിക്ക് ആർക്കും അത് ഏറ്റെടുക്കാൻ സാധിച്ചില്ല. നമ്മൾ ചിലയിടങ്ങളിൽ മാത്രമുള്ള മേഖലകളിൽ ഇത് ഏറ്റെടുത്തു. എല്ലാ ഘട്ടങ്ങളിലും മുസ്ലിം ലീഗുമായി നേതൃപരമായി പങ്കുവഹിക്കുന്ന നേതാക്കന്മാരും തെരുവിലും നിരന്തരമായ സംവാദങ്ങൾ നമ്മൾ ഉണ്ടാക്കിയവരാണ് ജമാഅത്ത് ഇസ്ലാമി. ആർക്കാ അറിയാത്തത്? എല്ലാ ഘട്ടത്തിലും വിശ്വാസപരമായി, സാമൂഹികമായി, സാംസ്കാരികമായി എല്ലാ ഘട്ടത്തിലും നമ്മൾ പൊരുതിയവരാണ്. നേർക്കുനേർ സംവാദം നടത്തിയവരാണ്, ആശയം പറഞ്ഞവരാണ്. ഒരു ഘട്ടത്തിലും ഈ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ സംഘടനയായി വരുന്നതിന്റെ മുമ്പ് ഈ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു കാലത്തും ലീഗിനോ UDF-നോ കൂടെ നിൽക്കാൻ തയ്യാറാവാത്തവരുടെ കൂടെ ഉള്ള ചരിത്രമാണ് വായിക്കാനുള്ളത്. അവർ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോ, നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചപ്പോ, നിങ്ങൾക്ക് വേണ്ടി തെരുവിൽ സംസാരിച്ചപ്പോ, ക്യാമ്പയിനുകൾ ഉണ്ടാക്കിയപ്പോ അവർ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന വർഗീയവാദികളല്ലാത്ത മനുഷ്യർ. ഇപ്പൊ അവർ വർഗീയവാദികൾ. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഞങ്ങളുടെ പാർട്ടി ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ വളരെ കൃത്യമായി ഈ രാജ്യത്ത് വർഗീയ സംഘമായി, തീവ്രവാദ സംഘമായി വരുന്ന സംഘത്തോട് നോ പറയാൻ ഒരു ഘട്ടത്തിലും മടി കാണിച്ചിട്ടില്ല. ഒരു മടിയുമില്ലാതെ ഞങ്ങൾ പൊരുതിയിട്ടുണ്ട്. ആ പോരാട്ടത്തിന്റെ തുടർക്കഥയായി ഞങ്ങൾക്ക് ഇന്നും അഭിമാനത്തോടു കൂടി സ്റ്റേജിൽ പറയാം, ഒരു പോരാട്ട നായകനും ആരുടെയെങ്കിലും മടിയിൽ പോയി കനം വെച്ചതിന്റെ കഥ പറയാനില്ല. ഞങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പതാക കൊണ്ടുപോയി വെച്ചിട്ടുമില്ല. ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയം പറയുമ്പോൾ അതിൽ സത്യമുണ്ടാവണം എന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങൾ ഈ പറയുന്നതിൽ എവിടെയാണ് സത്യമുള്ളത്? ഞങ്ങളിവിടെ രാഷ്ട്രീയ പാർട്ടിയായി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത്, ഈ നാട്ടിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ കൂടെ നടന്ന് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യൻ പഞ്ചായത്ത് മെമ്പർ ആവുക, ഇവിടെ MLA ആവുക, മന്ത്രിയാവുക, കഴിയുന്നത് പോലെ സമുദായത്തെ സഹായിക്കാൻ കൂടെ നിൽക്കുക. ഈ രാഷ്ട്രീയം പറഞ്ഞ് സംവദിച്ച് മുന്നോട്ട് പോവുകയും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന സമുദായത്തിന്റെ നേട്ടം എണ്ണിയെടുക്കാൻ എന്തൊക്കെയുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക്? വിശ്വാസപരമായ ആചാരങ്ങൾ നിർവഹിക്കാൻ ഈ ലീഗ് ഇന്നും പ്രതിജ്ഞാബദ്ധമായി തീരുമാനമെടുത്ത നിയമം കൊണ്ട് സാധിച്ചു എന്നത് ഞങ്ങളുടെ വിജയമാണ്. സാംസ്കാരിക ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ വിജയമാണ്. സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പ്രൊട്ടക്ഷൻ കൊടുത്തത് എന്നത് ലീഗിന്റെ പോരാട്ടത്തിന്റെ വിജയമാണ്. ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം നമ്മൾ ലീഗ് ഈ രാജ്യത്ത് സംഭാവന ചെയ്തതാണ്. ഇത് ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സംഘത്തെയൊക്കെയും അവർ വർഗീയവാദികളല്ലെങ്കിൽ അവരുടെ വോട്ട് നമുക്ക് വാങ്ങാം, അവരെ ചേർത്ത് വെക്കാം, ഒരു മടിയുമില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇവിടുത്തെ ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത, സ്വാതന്ത്ര്യം നേടിയപ്പോ പതാക കെട്ടാൻ തയ്യാറാവാത്ത കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി, ആ പാർട്ടിക്ക് നയപരമായി കോഡുണ്ടാക്കി, ആരെങ്കിലും കൊന്നു എന്ന് പറഞ്ഞാൽ കോടതി തന്നെ വിധിച്ചാൽ അത് അംഗീകരിക്കാതെ പാർട്ടി കോടതി വേറെ വിധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് പറയാൻ അവകാശമില്ല. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു മനുഷ്യൻ ഇവിടെ പ്രസംഗിച്ചു പോയി. ആ മനുഷ്യന്റെ പോരാട്ടത്തിന് നാളുകൾ ഒരുപാടുണ്ട് പറയാൻ. ആ മനുഷ്യൻ അനുഭവിച്ച വേദനകൾ ഒരുപാടുണ്ട് പറയാൻ. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായപ്പോഴും അയാൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്നത് ഒറ്റക്കായാലും ഒരുമിച്ച് നിന്നാലും ഒറ്റക്കായാലും ഞാൻ ഈ പോരാട്ട മുഖത്ത് നിന്നും പിന്മാറില്ല എന്നതാണ്. ഈ പതാക കൊടുത്ത ആത്മവീര്യമാണ് ആ മനുഷ്യനെ പോരാട്ടത്തിന്റെ മുഖത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മബലം നൽകിയത്. ആ പോരാട്ട നായകൻ വീണു പോവാതെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനും രാഷ്ട്രീയപരമായ പോരാട്ടം നയിക്കുവാനും ഇനിയും സാധ്യമാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ ഈ പോരാട്ടം തുടരും. അതിനുവേണ്ടി എല്ലാവരുടെയും അഭിവാദനം അർപ്പിച്ച് നിർത്തുന്നു. ജയ് ഹിന്ദ്. ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി BK അഹമ്മദ് സംസാരിക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കുഞ്ഞമ്മദ് സാഹിബ്, മറ്റു വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി KT സഹദ സാഹിബ്, മറ്റ് നേതാക്കന്മാരെ, ഏറെ കാര്യപ്രസക്തമായ വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മുടെ സമുന്നത നേതാക്കന്മാർ ഇവിടെ സവിസ്തരം വിശദീകരിച്ച് കഴിഞ്ഞു. ഇനിയൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. ഈ കണ്ണാടിപ്പറമ്പ് ഏരിയ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സമ്മേളനത്തിൻ്റെ അവസാന പ്രോഗ്രാം എന്നുള്ള നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഫൈനാൻസ് കമ്മിറ്റി കൺവീനർ CN അബ്ദുറഹ്മാനെ ക്ഷണിച്ചോളുന്നു.
ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, അതുപോലെ ഇവിടെ നമ്മളോട് സംബന്ധിച്ച ബഹുമാനപ്പെട്ട നേതാക്കളെ, മുസ്ലിം ലീഗിൻ്റെ കർമ്മഭടന്മാരായ പ്രവർത്തകന്മാരെ, ഈ മാസം 29-ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ പുതുക്കിപ്പണിയുന്ന CH സൗധത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതോടുകൂടി പല ഘട്ടങ്ങളിലായി നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി വിളിച്ചോന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പരിപാടികളുമായി പഠന ക്ലാസ്സുകളായി ഒക്കെ നമ്മൾ യാത്ര ചെയ്ത് ഈ നാടിന് മുസ്ലിം ലീഗ് എന്താണെന്നും അതിൻ്റെ പ്രസക്തി എന്താണെന്നും പദചലനത്തിലൂടെ തെളിയിച്ചു കൊടുത്ത് ഇവിടെ പ്രൗഢഗംഭീരമായ ഒരു സമാപന സമ്മേളനം നടത്തി ആ സമ്മേളനം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ യോഗത്തിൽ സംവദിച്ച, ഞങ്ങളോട് സഹകരിച്ച, തുടക്കം മുതൽ ഇതുവരെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാതെ, ഓരോരുത്തരും പേരെടുത്ത് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത് എന്നെ കേൾക്കാൻ ആളുണ്ടാവില്ല. അവസാനത്തെ ചടങ്ങിൻ്റെ, നന്ദി ചടങ്ങിൻ്റെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരോടും ഒറ്റ വാക്കിൽ കണ്ണാടിപ്പറമ്പ് ഏരിയ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പേരിൽ എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.